ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഒരു ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരിക്കുകയാണ്. ദുൽഖർ സൽമാൻ ഈ മഹാവിജയത്തിൽ നിർമ്മാതാവായി പങ്കുചേരുന്നു. ഇത്തരമൊരു ചിത്രം നിർമ്മിക്കാൻ ദുൽഖർ സൽമാൻ എന്ന നിർമ്മാതാവ് കാണിച്ച ധൈര്യവും കയ്യടി നേടുന്നുണ്ട്. ഒരു അന്താരാഷ്ട്ര ഫാന്റസി ചിത്രത്തിന് സമാനമായ മേക്കിംഗ് നിലവാരമാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. 30 കോടി മുടക്കി 300 കോടി പോക്കറ്റിലാക്കുന്ന ദുൽഖറിന്റെ ബ്രില്യൻസ്. ലോക എന്ന ചിത്രം റെക്കോർഡുകളെല്ലാം തകർത്ത് മുന്നേറുകയാണ്. ദുൽഖറിന്റെ വേഫെയർ ഫിലിംസിന്റെ 7ാമത്തെ ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഒരു ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരിക്കുകയാണ് ഈ ചിത്രം. 267 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ. ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് മുതലല്ല, ലോക എന്ന ചിത്രം അനൗൺസ് ചെയ്തപ്പോൾ മുതൽ സിനിമാ ലോകത്ത് ഏറെ ചർച്ചാ വിഷയം തന്നെയായിരുന്നു ഈ സിനിമ. റിലീസ് ചെയ്ത് വെറും 24 ദിവസം കൊണ്ടാണ് ചിത്രം 267 കോടി എന്ന റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിയത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ മാത്രമല്ല, തെന്നിന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഒരു നായിക പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ചിത്രം നേടുന്ന ഏറ്റവും വലിയ ആഗോള കളക്ഷൻ തന്നെയാണ് ലോകയിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നതും. ഇതിലൂടെ നായികയായ കല്യാണിക്ക് ഒരു പുതിയ ചരിത്ര വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. ദുൽഖർ സൽമാൻ ഈ മഹാവിജയത്തിൽ നിർമ്മാതാവായി പങ്കുചേർന്നു എന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. ഇത്തരമൊരു ചിത്രം നിർമ്മിക്കാൻ ദുൽഖർ സൽമാൻ എന്ന നിർമ്മാതാവ് കാണിച്ച ധൈര്യവും കയ്യടി നേടുന്നുണ്ട്. ലോക ഫ്രാഞ്ചൈസിയിലെ ആദ്യ ചിത്രമാണ് ഇത്. പ്രേക്ഷകർ ഈ ചിത്രത്തിന് നൽകിയ സ്വീകരണവും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദുൽഖർ സൽമാൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. താൻ ഇതുവരെ അഭിനയിച്ച സിനിമകളെക്കാൾ വലിയ വിജയമാണ് ലോകയ്ക്ക് ലഭിച്ചതെന്ന് ദുൽഖർ പറയുന്നുണ്ട്. ഈ സിനിമ ഒരുപക്ഷെ വിജയിച്ചേക്കില്ല എന്നായിരുന്നു തങ്ങളുടെ ചിന്തയെന്നും വലിയൊരു നഷ്ടം പ്രതീക്ഷിച്ചിരുന്നുവെന്നും ദുൽഖർ വെളിപ്പെടുത്തിയിരുന്നു. 30 കോടിയിൽ നിന്നും ഇപ്പോൾ ചിത്രം 300 കോടിയുടെ പടമായി മാറിയിരിക്കുകയാണ്. കൊത്തയിലൂടെ നഷ്ടപ്പെട്ട കോടികൾ ലോകയിലൂടെ തിരിച്ചുപിടിച്ച ദുൽഖറാണ് ഇപ്പോൾ നമുക്ക് സ്റ്റാറായി നിൽക്കുന്നത്. നാം കണ്ടതാണ്, ദുൽഖർ എന്ന നടൻ വന്നതും നടന്നതും വളർന്നതും പിതാവിന്റെ കൈപിടിച്ചല്ല. അതുകൊണ്ട് തന്നെ എന്നും സ്വന്തമായ ഒരു മേൽവിലാസമുള്ള നടനാണ് ദുൽഖർ സൽമാൻ. നടൻ എന്ന നിലയിലും നിർമ്മാതാവ് എന്ന നിലയിലും ദുൽഖറിന്റെ തിളക്കത്തിന് മങ്ങലേൽപ്പിച്ച സിനിമയായിരുന്നു കൊത്ത. മലയാളത്തിൽ പിന്നീട് കുറെ കാലത്ത് നിശബ്ദനായിരുന്നു ദുൽഖർ. എന്നാൽ അതിനുശേഷം ഇതര ഭാഷകളിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങി താരം. തമിഴ് സിനിമയിൽ സൃഷ്ടിച്ചതിനേക്കാൾ വലിയ വിജയം തെലുങ്കിലും നേടിയെടുത്തു. തെലുങ്കിലെ മഹാനടിയും പിന്നാലെ സീതാരാമുവും മെഗാ ഹിറ്റായി മാറി. പിന്നീട് വന്ന ലക്കി ഭാസ്കർ ആകട്ടെ നഷ്ടപ്രതാപം തിരിച്ചുപിടിച്ചുകൊണ്ട് റിലീസ് സെന്ററുകളിലെല്ലാം ഉജ്ജ്വല വിജയം നേടുന്ന കാഴ്ചയാണ് കണ്ടത്. നല്ല തിരക്കഥകൾ വന്നാൽ ദുൽഖറിനെ വെല്ലാൻ ആരുമില്ല എന്ന പ്രതീതി പിന്നീട് ജനിക്കപ്പെട്ടു. എല്ലാത്തരം പ്രേക്ഷകർക്കും സ്വീകാര്യനായ രൂപഭാവങ്ങളും അഭിനയ സമീപനവുമായിരുന്നു ദുൽഖറിന്റെ സവിശേഷത. അമ്പരപ്പിക്കുന്ന ദൃശ്യങ്ങളും സംഗീതവും പ്രകടനവും തന്നെയാണ് ഇന്ത്യൻ സിനിമയെ വിസ്മയിപ്പിച്ച ലോകയുടെ പ്രധാന പ്രത്യേകതകൾ. എന്തായാലും ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ തിളക്കമാർന്ന നാഴികക്കല്ലായി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഒരു അന്താരാഷ്ട്ര ഫാന്റസി ചിത്രത്തിന് സമാനമായ മേക്കിംഗ് നിലവാരമാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.